അച്ഛാ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഒരു വാക്ക്, സത്യമായി ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന ഒരു ബൈബിളിലുള്ള ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാം പശ്ചാത്താപിക്കുന്നുണ്ടെങ്കിൽ, ഒരു രാഷ്ട്രീയക്കാരനെ ചെളിവാരി എറിഞ്ഞതിൽ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ മോശമായി ചിത്രീകരിക്കുന്നതിൽ ഇന്ന് കുറ്റബോധത്വം കൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമായി കുറ്റബോധത്തുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഈ ക്രൈസ്തവ മൂല്യങ്ങളും ഉമ്മൻചാണ്ടിയും, അച്ഛൻ ഇതിൽ എന്താണ് പറയാനുള്ളത്? ക്രൈസ്തവ മൂല്യങ്ങളും ഉമ്മൻചാണ്ടിയും എന്ന ഈ ഒരു ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അനുഭവിച്ച ഒരു വ്യക്തിഹത്യയുടെ ഒരു നൊമ്പരം, ഒരു വ്യസനം, ഒരു മനുഷ്യാസ്തിത്വം ഒരു ജീവിതകാലത്ത് ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെടുന്ന ഏറ്റവും കൊടൂരമായ ഒരു വ്യസനമായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജനലക്ഷങ്ങളുമായി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരു അപവാദ കേസിൽ കുരുക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരും അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്തുള്ളവരും സംഘടിതമായി നടത്തിയ നീചമായ ഒരു ഗൂഢാലോചനയുടെ ഇരയായി ഇത്രയേറെ മനുഷ്യ നന്മയുള്ള മനുഷ്യത്വമുള്ള ഒരു ജനനേതാവ് ഒരിരയായി മാറി എന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി ഇത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ല എന്ന് പിന്നീട് തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോപണ കഥകൾ പെരുപ്പിച്ചെഴുതുകയും പെരുപ്പിച്ച് ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് ഡാമേജ് ആക്കുവാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുകയും ചെയ്ത മാധ്യമങ്ങളിൽ പലരും നിശബ്ദരായി. ഒപ്പം അദ്ദേഹത്തിന് ഇതുപോലെ ഒരു ചതിക്കണി ഒരുക്കിയ ഈ രാഷ്ട്രീയ കുറുക്കന്മാരുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇന്നത്തെ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ, മനുഷ്യത്വത്തിന്റെ ലവലേശമില്ലാത്ത മനുഷ്യരൂപങ്ങളായിട്ടാണ് അവർ മന്ത്രി കസേരയിലും മുഖ്യമന്ത്രി കസേരകളിലുമൊക്കെ ഇരുന്ന് ഈ നാടിനെ ഇതുപോലെ മൃഗീയമാക്കുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. MP നാരായണപിള്ളയുടെ പരിണാമം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരിൽ ചിലരെങ്കിലും അത് വായിച്ചിട്ടുണ്ടാവും. അതിലൊരു കഥാപാത്രമുണ്ട്, പൂയത്തിനും ആയില്യത്തിനും ഇടയ്ക്ക് ജനിച്ച പൂയില്യൻ എന്നൊരു കഥാപാത്രം. നാടിന്റെ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു സീക്വൻസ് MP നാരായണപിള്ള അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരേ ഒരു നോവലാണ് പരിണാമം. ഈ പരിണാമത്തിലെ പൂയില്യൻ കഥാവസാനത്തിൽ വിജയിക്കുന്ന ഒരു രാഷ്ട്രീയ ഭരണാധികാരിയായി അവതരിപ്പിക്കപ്പെടുകയാണ്. അതിന്റെ നോവലിസ്റ്റ് MP നാരായണപിള്ള കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ ഫിലോസഫി, തത്വശാസ്ത്രം, രാഷ്ട്രീയത്തിൽ വിജയിക്കുന്ന നേതാവാകണമെന്നുണ്ടെങ്കിൽ അയാൾ പകുതി മനുഷ്യനും പകുതി മൃഗവുമായിരിക്കണമെന്നാണ്. മനുഷ്യന്റെ ആവശ്യങ്ങളോട് മൃഗീയമായി പുറംതിരിഞ്ഞു നിൽക്കുക, സ്വന്തം ആവശ്യങ്ങളോട്, സ്വന്തം പാർട്ടിയുടെ ആവശ്യങ്ങളോട്, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളോട് അനുകൂലമായി പെരുമാറുക. അദ്ദേഹത്തിന്റെ എതിർ പാർട്ടിക്കാർ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം മൃഗം പെരുമാറുന്ന പോലെയാണ്, ഒരു മൃഗം പെരുമാറുന്ന പോലെയാണ്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 100% നല്ല മനുഷ്യത്വത്തിന്റെ മനുഷ്യനായി പോയതാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇതുപോലൊരു മുറിവേറ്റുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് യാത്ര പോകേണ്ടി വന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹം ഒരു മൃഗമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കെടുതി വരില്ലായിരുന്നു. കാരണം പകരത്തിന് പകരം വീട്ടാൻ 51 വെട്ടും 501 വെട്ടും ഒക്കെ കൊടുത്തൊരു മനുഷ്യ ശരീരത്തെ ഇങ്ങനെ അരിപ്പ പോലെ തൂക്കിയിടാനൊക്കെ യാതൊരു ജാള്യതയുമില്ലാത്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ കോമാളികൾ ഈ ഒരു നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന മനുഷ്യത്വരഹിതമായ സാമൂഹിക അനീതികളുണ്ടല്ലോ, അതൊന്നും
ഈ ഉമ്മൻചാണ്ടിയെ പോലൊരു രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു ഭരണകൂടത്തിനോ നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. നിങ്ങൾ ഓർക്കണം, ഈ കഴിഞ്ഞ ദിവസം CPI നേതാവായ പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹം ഒരു ഓർമ്മ പങ്കുവെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയാണ്, ഉമ്മൻചാണ്ടി കണ്ണൂര് DYFI ഗുണ്ടകളുടെ കല്ലേറ് കൊണ്ട് നിലത്ത് വീഴുന്ന സമയത്ത് ആലപ്പുഴയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടക്കുന്ന വേദിയിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാൻ ഉമ്മൻചാണ്ടി ഓർഡർ ഇട്ടത്രേ. അവിടെ പിണറായിയും പന്ന്യനും ഒക്കെ ഉണ്ട്. കോൺഗ്രസ്സുകാരെ ഉമ്മൻചാണ്ടിക്ക് കല്ലേറ് കിട്ടിയതിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ആ രാഷ്ട്രീയ നേതാക്കളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുകയോ ചെയ്താൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് അപ്പുറത്ത് കണ്ണൂരിൽ അവരുടെ തന്നെ ഏറുകൊണ്ട് വീണ് കിടക്കുന്ന ഈ ഒരു മനുഷ്യൻ, അയാൾ ക്രിസ്തുവിന്റെ മുഖഭാഷയുള്ള ഒരു നേതാവാണ്. ക്രൈസ്തവ മൂല്യങ്ങൾ രാഷ്ട്രീയത്തിൽ എപ്രകാരമാണ് പ്രാവർത്തികമാക്കാൻ കഴിയുന്നത് എന്ന ഈ ഒരു കാലഘട്ടത്തെ പഠിപ്പിക്കുന്ന ഒന്നാം പാഠത്തിന്റെ പേര് ഉമ്മൻചാണ്ടി എന്ന് തന്നെയാണ്. ഇത്രയേറെ ക്രൈസ്തവ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് നമുക്ക് കേരളത്തിലില്ല. എത്രയോ ക്രൈസ്തവ നേതാക്കൾ കേരളത്തിൽ വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിങ്ങനെ ചാനലിൽ പറയുമ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ട്. ഉമ്മൻചാണ്ടി സ്പെഷ്യൽ സ്കൂളുകൾ 133 സ്പെഷ്യൽ സ്കൂളുകൾ പഠനം നടത്തി പരിശോധിച്ച് അദ്ദേഹം ഈ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ സ്പെഷ്യൽ സ്കൂളുകൾ എയ്ഡഡ് ആയിട്ട് പ്രഖ്യാപിച്ചു. അതിൽ ഒപ്പിടേണ്ടിയിരുന്ന മന്ത്രിമാർ, അതിൽ ചിലര് ക്രൈസ്തവ മന്ത്രിമാരുണ്ട്, ചിലര് മറ്റ് മതധാരയിലുള്ള മന്ത്രിമാരുണ്ട്. ഞാൻ മതം പറയുകയല്ല, അവരിൽ പലരും അതിൽ ഒപ്പിടാൻ മടിച്ചു. കാരണം അത് അവരുടെ രാഷ്ട്രീയ ഭാവിയെ നിഷേധാത്മകമായി ബാധിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്പെഷ്യൽ സ്കൂളുകൾ കൂടുതൽ നടത്തുന്നത് ഒരു പ്രത്യേക മതവിഭാഗമായതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം നൽകിയാൽ അത് എന്റെ രാഷ്ട്രീയ ഭാവി, എന്റെ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവരെയൊക്കെ ഉമ്മൻചാണ്ടി സാറൊക്കെ അയ്യേ കാലെ പിടിച്ചാണ് ഈ മക്കൾക്ക് വേണ്ടി നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്പെഷ്യൽ സ്കൂളുകൾ എയ്ഡഡ് ആക്കുവാൻ പരിശ്രമിച്ചത്. അതിനുശേഷം വന്ന മുഖ്യമന്ത്രി എന്താ ചെയ്തെന്നറിയോ? ഉമ്മൻചാണ്ടി ചെയ്തതായതുകൊണ്ട് ഒരു 1.5 വർഷത്തേക്ക് ആ വിഷയം തന്നെ തൊട്ടില്ല എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയം മാത്രമാണ് അധികാര വിന്യാസത്തിന്റെ അധികാര വിനിമയത്തിന്റെ മാനദണ്ഡം രാഷ്ട്രീയം മാത്രമാണ് എന്ന് തീരുമാനിക്കുന്നവർ അധികാരത്തിൽ വരുമ്പോൾ ഈ മുമ്പേ പറഞ്ഞ പൂയില്യന്റെ മറുവശം ഉണ്ടല്ലോ, വെറും ജന്തുവിന്റെ മുഖം, അതിന്റെ ക്രൗര്യം, അതിന്റെ ദുഷ്ടത, അതിന്റെ മനുഷ്യത്വമില്ലായ്മ, അത് കാണേണ്ടി വരും. അത്തരത്തിലുള്ള കാഴ്ചകൾക്ക് ഉമ്മൻചാണ്ടിയുടെ മറുവശം കാണുകയാണ് കേരളം ഇന്ന്. അപ്പോൾ ഉമ്മൻചാണ്ടി ഒരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്, എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു വെല്ലുവിളിയാണ്. ഇവിടെ നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന അനുസരിച്ച് സ്വന്തം മതവിശ്വാസം പരസ്യമായിട്ട് പ്രഘോഷിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. മതം വേണ്ടെന്ന് പറയാനും അവകാശമുണ്ട്, വിശ്വാസം വേണ്ടെന്ന് പറയാനും അവകാശമുണ്ട്. അതിനെയും ഭരണഘടന ആദരിക്കുന്നുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, സമത്വം ഭരണഘടന ആദരിക്കുന്നുണ്ട്. അതേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി താനൊരു ക്രൈസ്തവനാണ് എന്നും എന്റെ വിശ്വാസ അനുശീലനത്തിന്റെ ഭാഗമാണ് ഞായറാഴ്ച കുർബാനയെന്നും ഏത് തിരക്കുള്ള സമയത്തും എല്ലാ ദിവസവും തന്നെ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന കാണുകയും ഒരിക്കലും അദ്ദേഹത്തിന്റെ ഇടവക കുർബാന, ഞായറാഴ്ച കുർബാന മുടക്കാതെ പുതുപ്പള്ളിയിലേക്ക് ഓടിയെത്തുകയും ഒക്കെ ചെയ്ത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മതവിശ്വാസവും രാഷ്ട്രീയവും ജനസേവനത്തിന് വേണ്ടി ഏറ്റവും സല്ലീനമായി ലയിപ്പിക്കാൻ കഴിയും എന്ന് ഉമ്മൻചാണ്ടിയാണ് നമുക്ക് പഠിപ്പിച്ചത്. പല രാഷ്ട്രീയക്കാരും, പ്രത്യേകിച്ച് ക്രൈസ്തവരായവരിൽ പലരും, ക്രൈസ്തവരുടെ ഒരു ആവശ്യം വരുമ്പോൾ, ക്രിസ്തീയമായ അവകാശങ്ങൾ വരുമ്പോൾ, ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ ആചാരങ്ങളും ക്രൈസ്തവ അനുഷ്ഠാനങ്ങളും ക്രൈസ്തവരുടെ നീതിയും ഒക്കെ മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ വളരെ സൗകര്യപൂർവ്വം അവർ മുകളിലേക്ക് നോക്കും. കർത്താവിലേക്കോ തമ്പുരാന്റെ തിരികണം കേൾക്കുന്നതിലേക്കൊന്നും അല്ല നോട്ടം. പലരുടെയും നോട്ടം പാർട്ടി എന്ത് പറയുന്നു എന്നുള്ളതാണ്.
പാർട്ടി പറയുന്നതിനനുസരിച്ച് മാത്രം സ്വന്തം സമുദായത്തോട് പ്രതികരിക്കുന്ന നിരവധി രാഷ്ട്രീയ നേതാക്കൾ നമുക്കുണ്ട്. എന്നാൽ മനസാക്ഷിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് തരുന്ന പ്രചോദനമനുസരിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മനുഷ്യത്വത്തിലേക്ക് ഒഴുകിയിറങ്ങാനായിട്ട് സ്വയം ഉണർത്തിവിട്ട ഒരു നന്മയുടെ ഉറവയായിരുന്നു യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് തന്റെ ഉള്ളിലെ നന്മയെ സ്വയം ഉണർത്തിവിടാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം ഇന്നും നമ്മുടെ എല്ലാ മനസ്സുകളിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കുകയാണ്. എല്ലാവരും ഉമ്മൻചാണ്ടിയെ പോലെ ആകണം എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയില്ല. മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാ രാഷ്ട്രീയ നേതാക്കളും വ്യത്യസ്തരാണ്. പക്ഷേ രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കും നന്മ ചെയ്യാൻ ഉമ്മൻചാണ്ടിയെ പോലെ പരിശ്രമിക്കാം എല്ലാവർക്കും എന്നുള്ളതാണ് സത്യം.